ശ്രീകുമാർ അരുക്കുറ്റി ഒരു കഥ പറഞ്ഞു. ഹോജോ ബോർഡ് എന്ന് പറഞ്ഞ ഒരു ഞാനുണ്ട്, ലാൽ ജോസ് ഉണ്ട്, നമ്മുടെ ജിബു ജേക്കബ് ഉണ്ട്, അതൊക്കെ അവരൊക്കെ ഞങ്ങളുടെ കൂടുതൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയം എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്നതെന്ന് ലാലു ചോദിച്ചോ പറഞ്ഞു. ടേക്ക് റിവെഞ്ച്. മാന്ത്രികം എന്ന് പറഞ്ഞ പടം, മാന്ത്രികം എന്ന് പറഞ്ഞ പടം ഞങ്ങൾ ഇവിടെ ചിദംബരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് എൻ്റെ ലാലിൻ്റെ സംഭവം ഒരു. അപ്പോൾ ചിദംബരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ചിദംബരത്തിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണം. ക്ലൈമാക്സ് എടുക്കുന്ന ആ സ്ഥലത്ത് ലൈറ്റും കണക്ഷൻസും ഒന്നുമില്ല, ജനറേറ്റർ പോലും എത്തിക്കാൻ പറ്റുകയില്ല. അങ്ങനെ അവിടെ പോയി ഷൂട്ട് ചെയ്ത് ഒരു ലൈറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഷൂട്ടിങ് നിർത്തണം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്ത് ബോട്ടിലേക്ക് വരും. അപ്പോഴേക്ക് വേലിയിറക്കോ അങ്ങനെ വല്ലതും ആണെങ്കിൽ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ, ഞങ്ങളിങ്ങനെ ഇപ്പുറത്ത് വരും. എന്നിട്ട് ചിദംബരത്തൊരു ഹോട്ടലിലൊക്കെയാണ് ഞാനുണ്ട്, ലാൽ ജോസ് ഉണ്ട്, നമ്മുടെ ജിബു ജേക്കബ് ഉണ്ട്, അതൊക്കെ അവരൊക്കെ ഞങ്ങളുടെ കൂടുതൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ ഒരു ശ്രീകുമാർ അരുക്കുറ്റി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ശ്രീകുമാർ അരുക്കുറ്റി ഒരു കഥ പറഞ്ഞ് ഹോജോ ബോർഡ് എന്ന് പറഞ്ഞ ഒരു അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി ഇതൊന്ന് ഈ ഹോജോ ബോർഡ് എന്താണെന്ന് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകുമാർ ഈ ഹോജോ ബോർഡ് ഉണ്ടാക്കി. ABCD എന്നൊക്കെ പറഞ്ഞെഴുതി, 1 2 3 എന്നൊക്കെ പറഞ്ഞെഴുതി ഒരു ഗ്ലാസ്സിൽ അതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ച് അങ്ങനെ. അപ്പോൾ എനിക്ക് മാത്രം AC റൂമുള്ളൂ. അപ്പോൾ എൻ്റെ റൂമിൽ ഈ ഹോജോ ബോർഡ് ഇവർ കൊണ്ടുപോയി. എന്നിട്ട് 3 പേര് ഗ്ലാസ്സിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഇങ്ങനെ കൈ വെക്കണം. എന്നിട്ട് പറഞ്ഞിട്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ആത്മാക്കൾ അല്ലെങ്കിൽ മിക്കവാറും ദുരാത്മാക്കളാണ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വരണം എന്ന് ഇവർ പ്രാർത്ഥിക്കും. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ ഗ്ലാസ് ഓടിത്തുറന്നു. അത് ഓടി ഓടി ഓരോ ആരോ അല്ലേ, ഇപ്പോൾ അരുൺ എന്നാണ് പേരെങ്കിൽ എന്താ, അപ്പം ലാലാ ചോദിക്കുന്നത്, ലാൽ ജോസാ ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ പേര്. അപ്പം ഈ ഗ്ലാസ് പോയിട്ട് ARUN. നിങ്ങൾ മരിച്ചത് എപ്പോഴായിരുന്നു, ഏത് വയസ്സിലാണ്? 57 വയസ്സ്. ഇതെല്ലാം ദുർമരണങ്ങളാണ്, അതായത് നാച്ചുറൽ ഡെത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഞങ്ങൾ ഓരോ ദിവസം ഇത് തന്നെയാണ് ഹോബി. ഇത് അവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഉടനെ കാറിൽ കയറിയാൽ ഉടനെ ഹോജോ ബോർഡ് കളിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ റൂമിലായിരിക്കുന്നത്, എനിക്കാണെങ്കിൽ പേടിയാണ് ഈ സാധനം, ഇത് തൊടാൻ എനിക്ക് പേടിയാണ്. ഇവരെല്ലാം ഓരോരുത്തരും മാറി ഞാൻ ഇന്ന് തൊടാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നുകിൽ ലാലു ആയിരിക്കും, അപ്പുറത്ത് ജിബു ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസ് വേറെ ആയിരിക്കും, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. ഇവരെല്ലാം കയറി തൊടുന്നുണ്ട്. എല്ലാം അവിടുത്തെ ഒന്നുകിൽ തമിഴ്നാട്ടിൽ മരിച്ചു പോയ ഒരു കക്ഷിയായിരിക്കും, ഫാമിനായിട്ട് മരിച്ചതായിരിക്കും, അല്ലെങ്കിൽ കാർ ആക്സിഡൻറ്റ് മരിച്ചതായിരിക്കും. അപ്പോൾ വേറെ ചിലർ കമലിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ചില കക്ഷികൾ വന്നു. അവരോട് ചോദിച്ചപ്പോൾ ഏതൊക്കെ പടം കണ്ടിട്ടുണ്ട്, അവരും കമലിൻ്റെ പടങ്ങളുടെയൊക്കെ പേരൊക്കെ പറയുക. വളരെ അതെല്ലാം ഇതിനകത്ത് എഴുതി വരും. ഇപ്പോൾ ഏതാ ഉണ്ണികളെ ഒരു കഥ പറയാം. അപ്പോൾ ലാലു ചോദിക്കുന്നത്, ലാലു പറയുന്നത് ഞാൻ പിന്നെ കമലിൻ്റെ അസിസ്റ്റൻ്റാണ്, കമൽ സാറിൻ്റെ ഏതെങ്കിലും പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പുള്ളി ഉണ്ണിയുള്ള ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് എഴുതി വരും. അങ്ങനെ പറഞ്ഞ് അവസാനം ഒരു ക്യാരക്ടർ വന്ന് ഞങ്ങൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഒരു പെൺകുട്ടിയാണ്, എറണാകുളമാണ് സ്ഥലം. അപ്പം എനിക്കും ജിബുവിനും ഒക്കെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളം ബേസ്ഡ് ആണല്ലോ, ലാലുവിനും ഒക്കെ എറണാകുളം ബേസ്ഡാണ്. അപ്പം ആ കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, പ്രഗ്നൻ്റ് ആയിരുന്നു. അവിടുത്തെ ഡോക്ടർ മിസ്യൂസ് ചെയ്ത് അവിടെ വെച്ച് ആ പെണ്ണ് മരിച്ചു. ആ ഹോസ്പിറ്റലൊക്കെ അറിയാം, ഞാനത് പറയുന്നില്ല, പക്ഷെ അവിടെ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്ക് എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്നതെന്ന് ലാലു ചോദിച്ചാൽ പറഞ്ഞു, ടേക്ക് റിവെഞ്ച്. കുറച്ചു നേരം കഴിഞ്ഞു. അപ്പോൾ ഇത്ര സെക്കൻഡോ നിൽക്കുള്ളൂ, ഒരു 3 മിനിറ്റോ എങ്ങോട്ടോ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഗ്ലാസ് തിരിച്ച് ആ റൗണ്ടിനകത്ത് പോയി കയറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ അമ്മ തന്നെ വന്നു. അമ്മയെ മരിച്ചിരിക്കുക, ആത്മഹത്യ ചെയ്തിരിക്കുക ഈ മോളുടെ മരണത്തിന് ശേഷം. ആ ഹോസ്പിറ്റലിൻ്റെ അപ്പോൾ പുള്ളിക്കാരത്തിയോട് ചോദിച്ചപ്പോൾ അവരും പറയുന്നതിന് നമുക്ക് റിവെഞ്ച് ചെയ്യണം, ആ ഡോക്ടറോട് റിവെഞ്ച് ചെയ്യണം. അങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞങ്ങൾക്ക് തന്നു. ആ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആയിരുന്നു, ഈ അബോഷനൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന ഹോസ്പിറ്റൽ. എന്നിട്ട് അവിടുത്തെ നമ്പർ തന്നു. നമ്പർ നോക്കിയപ്പോഴേക്കും നമ്മുടെ കറക്റ്റ് നമ്പർ അല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡിജിറ്റ് കുറവ് പോലെ തോന്നും. പിന്നെ നോക്കിയപ്പോൾ അവർ മരിച്ചിരിക്കുന്ന സമയം നമുക്ക് ഇടയ്ക്ക് വന്ന് എല്ലാ നമ്പറിലും ഒരു 2 ആഡ് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു. ആ 2 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്പർ കിട്ടി. അപ്പോൾ തന്നെ എല്ലാവരും കൂടെ STD ബൂത്തിൽ പോയി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ സെയിം ഹോസ്പിറ്റലാണ്. നമ്പർ കിട്ടി, വിളിച്ചു. അപ്പോൾ ഇവരുടെ അഡ്രസ്സൊക്കെ ഞങ്ങൾ ചോദിച്ചു വെച്ചിരുന്നു. കളവത്ത് റോഡ് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഞാനും ജിബും കൂടെ ഷൂട്ടിങ് കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് ഞാനും ജിബും കൂടെ കളവത്ത് റോഡിൽ പോയി. ഈ ഏകദേശം ആ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു.
അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു പലചരക്ക് കട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അവിടെ ചെന്ന് ഞങ്ങൾ ഈ വീടിൻ്റെ കാര്യം ചോദിക്കുന്നു. ആ വീട് അടച്ചു പൂട്ടി കിടക്കുക, ചങ്കലേക്ക് ഇട്ട് പൂട്ടി തുരുമ്പൊക്കെ പിടിച്ച്. അവിടുത്തെ അയാൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത് ചൂടാകുന്നു. പിന്നെ ഞങ്ങൾ ആ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ദുർമരണം നടന്നിട്ട്, ഒന്നല്ല 1-2 ദുർമരണം നടന്നിട്ടുണ്ട്. ആ വീടൊക്കെ വിറ്റുപോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ സിഗരറ്റൊന്നും വലിക്കുകയില്ല, പക്ഷേ എന്നാലും ആ ദിവസം ഞാൻ ടെൻഷൻ കൂടിയിട്ട് എന്നൊരു സിഗരറ്റും ഒക്കെ വലിച്ച് സംഗതി ഉണ്ടായ സംഭവം അത് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഒരു മലയാളം സിനിമ നമ്മുടെ രോമാഞ്ചം ഈ സെയിം കഥയാണ്. പക്ഷെ എങ്ങനെയോ അവരും ഇത് കണ്ടുപിടിച്ചു. അതിനകത്ത് ഇത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, അതിനകത്ത് അവർ ഒരുപാട് ഇത്. പക്ഷെ ഞങ്ങൾ ആ കഥ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു. ഇത് ഞങ്ങൾ അനുഭവിച്ച സംഭവമാണ്. ഞാൻ അതിനകത്ത് പോയി പെട്ടിട്ടില്ല. ഇതിനകത്ത് ഒരു മണ്ടത്തരം കാണിച്ചത് പറഞ്ഞാൽ എല്ലാവരും ഇത് ഒരു 9 മണി വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും പിരിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അസിസ്റ്റന്റ് ഒരു പ്രദീപുണ്ട്, ഭയങ്കര മിടുക്കനാണ്. അവൻ തൊടുപുഴയിൽ ഉള്ളത്. അവന് ഭയങ്കര ഇത് തന്നെ ഒന്ന് കളിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ഇവൻ ഈ ഗ്ലാസ്സിൽ പോയി തന്നെ കൈ തൊട്ടു. എന്നിട്ട് ഇവൻ മറ്റേ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിൽ നിന്ന് ഒരു സ്വരം കേൾക്കുക, അയ്യോ എന്ന് പറഞ്ഞൊരു കാർച്ച കേൾക്കും. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് ഒട്ടി നിൽക്കുക. ഇവൻ ഈ കൈ പൊക്കുന്നു, കടന്ന് കാറി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം എന്ന്, ഈ ഗ്ലാസ് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല. 3 പേര് ചേർന്ന് അത് ചെയ്യാൻ പാടും. 3-4 പേര് ചേർന്ന് സംഭവം ഉള്ളതാ. നമ്മള് ആരും വിശ്വസിക്കുകയില്ല. പക്ഷെ ഞാൻ അനുഭവസ്ഥനാ. പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് ആ നെഗറ്റീവ് ഒരു ഫീല് തോന്നിയത് കൊണ്ട്. പക്ഷെ ലാൽ ജോസിനോടൊക്കെ ഇപ്പൊ ചോദിച്ചു നോക്കൂ. ലാൽ ജോസിനെ എപ്പോഴെങ്കിലും ചോദിക്കും. ലാൽ ജോസ് ഈ കഥയൊക്കെ പറയും. ഇപ്പോൾ യൂട്യൂബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അനുഭവമായിരുന്നു. അതുപോലെ ഈ വെള്ളം അടിച്ച് വണ്ടിക്കടിയിലൊക്കെ പോയ ചില കക്ഷികളൊക്കെ വന്നു ഇതിനിടയ്ക്ക്. ഭയങ്കര രസം അവരുടെ പോക്കൊക്കെ കാണാം. എന്താ പേര്? എൻ്റെ പേര് പിന്നെ ചന്ദ്രൻ എന്ന്. ആ ചന്ദ്രൻ എന്നൊക്കെ എഴുതുന്ന നമുക്ക് കാണുമ്പോൾ തന്നെ ഗ്ലാസ് പോകുന്ന സ്പീഡ് കാണുമ്പോൾ അറിയാം ഇവനെ അടിച്ച് പൂക്കുറ്റിയായിരുന്നു ആ കാലത്ത്. അത്ര സ്പീഡാ. പോയിട്ട് എന്താ പറ്റിയത്? ചത്തുപോയി, വണ്ടിക്കടി പോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം എഴുതി വരും. വേറൊരു എക്സ്പീരിയൻസ്. അത് സിനിമയിലെ ഓരോ അനുഭവങ്ങളാണല്ലോ അതൊക്കെ. ശരിക്കും വിഷ്ണു ലോകത്തിനാണ് ശരിക്കും ജയറാം പറഞ്ഞു വിട്ടിട്ടാണ് ദിലീപ് അവിടെ വരുന്നത്. പക്ഷേ ഒറ്റ സെക്കൻഡിൽ തന്നെ ദിലീപ് ലൊക്കേഷനിലുള്ള ഞങ്ങളെയൊക്കെ അങ്ങ് കയ്യിലെടുത്തു. എവിടെ ദിലീപ് എന്തിയെ ക്ലാപ്പ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ ദിലീപിനെ കാണാതെ വരും. എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് കമൽ തെറ്റിദ്ധരിച്ചു. എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ കമൽ റെക്കമെൻഡ് ചെയ്തിട്ടായിരുന്നു ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആ ക്യാമറ ഉപയോഗിച്ചാണ്.